ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ സ്മരണയ്ക്കായി പ്രത്യേക വെള്ളി നാണയം പുറത്തിറക്കി. അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷനുമായി സഹകരിച്ച് ഒമാൻ സെൻട്രൽ ബാങ്കാണ് ഈ സ്മരണിക നാണയം പുറത്തിറക്കിയത്. ജൂലൈ 19 വരെയാണ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. ഏറ്റവും ഉയർന്ന സാങ്കേതിക നിലവാരത്തിൽ 99.9% ശുദ്ധമായ വെള്ളിയിലാണ് നാണയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു ഒമാനി റിയാൽ മുഖവിലയുള്ള നാണയത്തിന് 38.61 മില്ലിമീറ്റർ വ്യാസവും 28.28 ഗ്രാം തൂക്കവുമുണ്ട്. ആകെ 5000 സ്മരണിക നാണയങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ 1000 നാണയങ്ങൾ ഒമാനിലെ വിപണിയിൽ വിൽപ്പനയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കി 4000 നാണയങ്ങൾ ഫിഫയുടെ അംഗീകൃത വിൽപ്പന കമ്പനികൾ വഴി അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമാക്കും. ജൂൺ 30 മുതൽ പൊതുജനങ്ങൾക്ക് ഈ നാണയം വാങ്ങാൻ സാധിക്കും. സെൻട്രൽ ബാങ്കിന്റെ റൂവി, സലാല, സൊഹർ ബ്രാഞ്ചുകൾ വഴിയും ഒപേറ ഗാലറിയിലെ ഒമാൻ പോസ്റ്റ് വിൽപ്പന കേന്ദ്രം വഴിയും നാണയങ്ങൾ സ്വന്തമാക്കാം. ഒരു നാണയത്തിന് 73 റിയാലാണ് പ്രാരംഭ വിലയായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ആഗോള വിപണിയിലെ വെള്ളിയുടെ വില വ്യതിയാനങ്ങൾക്കനുസരിച്ച് അന്തിമ വിലയിൽ മാറ്റം വന്നേക്കാമെന്നും സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. ഒമാനിൽ താപനില കൂടുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് വാഹന ഉടമകൾക്ക് നിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഡ്രൈവർമാർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. ഉയർന്ന താപനില കാരണം വാഹനങ്ങൾക്ക് തീപിടിക്കാനുള്ള സാധ്യതയും മറ്റ് സുരക്ഷാ ഭീഷണികളും കൂടുതലാണ്. അതിനാൽ എളുപ്പത്തിൽ തീപിടിക്കുന്ന വസ്തുക്കൾ ഒരു കാരണവശാലും വാഹനങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കരുത്. വേനൽക്കാലത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് മെക്കാനിക്കൽ തകരാറുകളോ ഇന്ധന ഓയിൽ ചോർച്ചയോ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അടിയന്തര സാഹചര്യങ്ങളെ പെട്ടെന്ന് നേരിടുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി എല്ലാ വാഹനങ്ങളിലും അഗ്നിസുരക്ഷാ ഉപകരണങ്ങൾ കരുതണമെന്നും ആർഒപി നിർദ്ദേശിച്ചു. ഒമാനിലെ സലാലയിൽ മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ തർക്കത്തിനിടെയുണ്ടായ വെടിവയ്പിൽ 2 ഒമാനി പൗരന്മാർക്ക് പരിക്കേറ്റതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പരിക്കേറ്റ ഇരുവർക്കും ആവശ്യമായ വൈദ്യസഹായം നൽകി വരികയാണെന്നും ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും പോലീസ് വ്യക്തമാക്കി. ബുധനാഴ്ച വൈകുന്നേരം സലാല വിലായത്തിൽ നടന്ന വെടിവയ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആർഒപി പ്രസ്താവനയിലൂടെ അറിയിച്ചു. സംഭവത്തിൽ റോയൽ ഒമാൻ പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വെടിവയ്പിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ദാഖിലിയ ഗവർണറേറ്റിലെ ബഹ്ലയിൽ വൈദ്യുതി നിലയത്തിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തുകയും ഇലക്ട്രിക് വയറുകളും കേബിളുകളും മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ 7 ഏഷ്യൻ സ്വദേശികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി. ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. കേബിളുകൾ മോഷ്ടിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്തെ ജനങ്ങൾക്കുള്ള അവശ്യ സേവനങ്ങൾക്ക് തടസ്സം നേരിട്ടതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുമുതലുകളും ജനങ്ങൾക്കുള്ള അവശ്യ സേവനങ്ങളും സംരക്ഷിക്കുന്നതിനായി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണമെന്നും പോലീസുമായി സഹകരിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വർഷത്തെ ഖരീഫ് സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ വിപണി ക്രമീകരിക്കുക, ഒമാനി യുവാക്കൾക്ക് താൽക്കാലിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, സീസണിനോടനുബന്ധിച്ച് ദോഫർ ഗവർണറേറ്റിൽ വർദ്ധിക്കുന്ന സാമ്പത്തിക ടൂറിസം പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വിവിധ പദ്ധതികളും നടപടികളും നടപ്പിലാക്കുന്നത്. വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലും പ്രവർത്തനങ്ങളിലും ഒമാനി യുവാക്കൾക്കായി സീസണൽ തൊഴിലവസരങ്ങൾ ക്രമീകരിച്ചു വരികയാണെന്നും ദോഫർ ഗവർണറേറ്റിലെ തൊഴിൽ ഡയറക്ടർ ജനറൽ നാസിർ സലീം അൽ ഹദ്രാമി ഒമാൻ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. ഇതിലൂടെ ലഭ്യമായ സാമ്പത്തിക അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും തൊഴിൽ പരിചയം നേടാനും യുവാക്കൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീസണൽ തൊഴിലവസരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് മുഴുവൻ സീസൺ കാലയളവിലും പ്രതിമാസം 150 ഒമാനി റിയാൽ വീതം
താൽക്കാലിക സാമ്പത്തിക സഹായം നൽകാനും മന്ത്രാലയം പദ്ധതിയിട്ടിട്ടുണ്ട്. സീസണൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ ഒമാനി യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും തൊഴിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ഈ സഹായം. കുട്ടികൾ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കരട് ചട്ടങ്ങൾക്കായുള്ള പൊതുജനാഭിപ്രായം തേടി ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി. ഡിജിറ്റൽ ലോകത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട നിയമപരവും നിയന്ത്രണപരവും സാങ്കേതികവുമായ പ്രധാന വെല്ലുവിളികളിൽ ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുകയാണ് ലക്ഷ്യം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളുടെ സാമൂഹിക മാധ്യമ ഉപയോഗം നിയന്ത്രിക്കുന്ന നിയമ നടപടികൾ ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഈ പൊതുചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. കരട് ചട്ടങ്ങളിൽ നിരവധി പ്രധാന വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമപരവും നിയന്ത്രണപരവുമായ വെല്ലുവിളികൾ തിരിച്ചറിയുക, പ്രായനിർണയത്തിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ പരിശോധിക്കുക, പ്രായപൂർത്തിയാകാത്തവർ അനുചിതമായ ഉള്ളടക്കങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ വിലയിരുത്തുക തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. ഇതിനു പുറമെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തങ്ങൾ, മാതാപിതാക്കളുടെയും രക്ഷിതാക്കളുടെയും പങ്ക് എന്നിവയും ചർച്ചയുടെ ഭാഗമാകും. വ്യക്തവും പ്രായോഗികവുമായ നിയമരൂപീകരണത്തിന് സഹായകരമായ നിർദ്ദേശങ്ങൾ സമാഹരിക്കുക എന്നതാണ് അന്തിമ ലക്ഷ്യമെന്നും TRA വ്യക്തമാക്കി. പൊതുചർച്ചകൾക്കായി തയ്യാറാക്കിയ പ്രത്യേക സർവേയിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും സംഘടനകളും പൊതുജനങ്ങളും സജീവമായി പങ്കെടുക്കണമെന്നും അതോറിറ്റി ആഹ്വാനം ചെയ്തു. ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഭാവിയിലെ നിയമനിർമ്മാണത്തിന്റെ ഗുണമേന്മ ഉയർത്തുന്നതിനും അന്താരാഷ്ട്ര മികച്ച മാതൃകകളുമായി ഒത്തിണക്കമുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സഹായകരമാകുമെന്നും TRA അറിയിച്ചു. ഹിജ്റ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഒമാൻ നാഷണൽ മ്യൂസിയത്തിൽ സ്വദേശികൾക്കും വിദേശികൾക്കും സൗജന്യ പ്രവേശനം പ്രഖ്യാപിച്ചു. ഒമാന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിപുലമായ ശേഖരങ്ങളും പൊതുജനങ്ങൾക്ക് സൗജന്യമായി കണ്ടറിയാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. ജൂൺ 18 വ്യാഴാഴ്ച മുതൽ ജൂൺ 20 ശനിയാഴ്ച വരെയാണ് സൗജന്യ ആനുകൂല്യം ലഭിക്കുക. ഈ സവിശേഷമായ അവസരം പ്രയോജനപ്പെടുത്തി വരാനിരിക്കുന്ന അവധി ദിവസങ്ങളിൽ മ്യൂസിയം സന്ദർശിക്കാനും ഒമാന്റെ ചരിത്രത്തെ അടുത്തറിയാനും പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകളെയും നാഷണൽ മ്യൂസിയം അധികൃതർ സ്വാഗതം ചെയ്തു. ദേശീയ ബജറ്റ് എയർലൈനായ സലാം എയർ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി തെക്കൻ ഒമാനിലെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനായി സലാലയിൽ പുതിയ ബേസ് സ്ഥാപിക്കാൻ കമ്പനി പദ്ധതിയിടുന്നതായും സലാം എയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്രിയൻ ഹാമിൽട്ടൺ മൻസ് പറഞ്ഞു. മുംബൈ മേഖലയിലേക്കുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഗോവ, നേവി മുംബൈ എന്നിവിടങ്ങളിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിക്കാൻ കമ്പനി ആലോചിക്കുന്നുണ്ട്. ഉഭയകക്ഷി കരാറുകളുടെ പരിധിയിൽ നിന്നുകൊണ്ട് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി സിവിൽ ഏവിയേഷൻ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിനു പുറമെ കൊൽക്കത്ത, നേപ്പാൾ എന്നിവിടങ്ങളിലേക്കും സർവീസ് വ്യാപിപ്പിക്കാൻ എയർലൈന് താൽപ്പര്യമുണ്ട്.